ഷിയുവിൻ്റെയും ഷിങ്ങിൻ്റെയും കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കാനിരുന്ന ആ ലൈമാൻ്റെ പ്രോജക്റ്റ് ഇതുവരെ നടത്തി തുടങ്ങിയിരുന്നില്ലല്ലോ. ഷിന്നിൻ്റെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സൊക്കെ ലൈമാൻ്റെ കമ്പനി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരുന്നതുകൊണ്ടാണ് ഇതുവരെ അത് നടപ്പിലാവാതിരുന്നത്. ഇപ്പോൾ അവരുടെ ആ ഫിനാൻഷ്യൽ റെക്കോർഡുകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി ലൈമാൻ്റെ ഓഡിറ്റേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ലൈമാൻ്റെ ഓണർ ഷിയുവിൻ്റെ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് ക്യാൻസലായി പോകുമോ എന്നോർത്ത് ഹൂഷുവും സുനും ബാക്കിയുള്ള സ്റ്റാഫും എല്ലാം നല്ല ടെൻഷനിലാണ്. അവർക്ക് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ലെങ്കിലും അവരുടെ സപ്ലയേഴ്സ് ഷിന്നിൻ്റെ കമ്പനിയാണല്ലോ. ആ സപ്ലയേഴ്സിനെ കിട്ടാതായി കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് മുടങ്ങും. അതാണ് അവരെ ടെൻഷൻ അടുപ്പിക്കുന്നത്. ഹൂഷുവിന് അങ്ങനെ ടെൻഷൻ അടിച്ച് അധികം സമയം ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ എന്ന രീതിയിൽ ഷിന്നിൻ്റെ കമ്പനിയുമായി ഈ ഡീൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൾ കണ്ടെത്തിയ ആ കമ്പനിയുടെ ഓണറെ അവൾ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അയാളുടെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ തൊട്ടടുത്ത് ബെല്ല് കേൾക്കുന്ന പോലെ ഹൂഷുവിന് തോന്നുന്നു. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ നേരിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കാണുന്നു. അവൾ ശരിക്കും അത്ഭുതപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ അവളോട് അധികം സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഷോയുവാൻ വന്ന് അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഹൂഷുവിന് ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലൈമാൻ തങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രോഡിനെ പറ്റി മനസ്സിലാക്കിയ വിവരം ഷിന്നും ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മുമ്പ് തന്നെ അവൻ അച്ഛന് വാണിംഗ് കൊടുത്തിരുന്നതാണ്. പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കാതെ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. സാമ്പത്തിക ക്രമക്കേടുകൾ കുറേയൊക്കെ നികത്താൻ ഷിൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവനായും കവർ ചെയ്യാനൊന്നും അവന് സാധിച്ചിരുന്നില്ല. തങ്ങളുടെ കമ്പനിക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ലൈമാന് ഒറ്റിക്കൊടുത്തത് ആരായിരിക്കും എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. തങ്ങളുമായിട്ടുള്ള പ്രോജക്റ്റ് ക്യാൻസലാക്കുകയാണ് എന്ന് ലൈമാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഷിയുവിൻ്റെ കമ്പനിയുമായിട്ട് അവർ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് അസിസ്റ്റന്റ് അറിയിക്കുന്നത്. ഷിയു ഇതൊക്കെ മുൻകൂട്ടി കണ്ട് വേറെ ആരെങ്കിലുമായും ഡീലുണ്ടാക്കി കാണുമോ എന്നൊരു സംശയം അവനുണ്ടാവുന്നു. ശരിക്കും ഷിയു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഹൂഷു നേരത്തെ കണ്ടെത്തിയ ആ കമ്പനിയുടെ ഓണറുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ അതിനെപ്പറ്റി മറ്റാരോടും പറഞ്ഞില്ലെന്ന് മാത്രം. ഇപ്പോൾ അദ്ദേഹത്തെയും ലൈമാൻ്റെ ഓണറേയും കൂടി പരിചയപ്പെടുത്തി ഈ കമ്പനിയുടെ സഹായത്തോടെ പ്രോജക്റ്റ് ഒരു തടസ്സവുമില്ലാതെ തങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഷിയു ഉറപ്പ് നൽകുന്നു. പ്രശ്നങ്ങൾ ഇത്രയും സീരിയസ് ആവുന്നതിന് മുമ്പ് തന്നെ ലൈമാൻ്റെ ഓണർക്കും അവൻ ഇതിനെപ്പറ്റിയുള്ള സൂചനകൾ നൽകിയിരുന്നു. അഥവാ സൂലിംഗ് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ പെടുകയാണെങ്കിൽ തന്നെ ടെൻഷൻ ഒഴിക്കേണ്ട കാര്യമില്ല, മറ്റൊരു ഓപ്ഷൻ തൻ്റെ മുന്നിലുണ്ട് എന്ന് അന്ന് തന്നെ അവൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ 2 കമ്പനി ഓണർമാരുമായിട്ടും ഡീൽ ഉറപ്പിച്ച ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഷോയുവാൻ ഹൂഷുവൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് തങ്ങളുടെ കമ്പനിയുടെ പ്രോജക്റ്റിന് ഒരു കുഴപ്പവുമില്ല, സൂലിങ്ങിനെ അത് ബാധിച്ചാലും തങ്ങളെ അത് ബാധിക്കില്ല എന്ന് അറിയിക്കുന്നത്. അതോടെ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. അതിനുശേഷം ഹൂഷുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഹൂഷു കാരണമാണ് ഈ പ്രോബ്ലം ഇത്ര നിസ്സാരമായി സോൾവ് ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞ് ഷോയുവാൻ അവളെ അഭിനന്ദിക്കുന്നുണ്ട്. ബാക്കി ആരും അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നപ്പോഴും അവൾ കഷ്ടപ്പെട്ടു പോയ ആ ഡീലറെ കണ്ടെത്തുകയായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായതും പ്രോജക്റ്റ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അതുകൊണ്ട് ഹൂഷുവിനെ ഒരു ഹീറോ എന്ന രീതിയിൽ എല്ലാവരും കൂടി ഒത്തിരി പുകഴ്ത്തുന്നുണ്ട്. ഈ സമയത്ത് പുറത്തേക്ക് പോയ ഷിയു തിരികെ അകത്തേക്ക് വരുന്നു. അവളോട് കണ്ണുകൊണ്ട് എന്തോ സിഗ്നൽ കാണിച്ചിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്ത് നിന്ന് ഇന്ന് രാത്രി തന്നെ മറ്റേ പ്രോഗ്രാമിന് പോകാമെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ആ പ്രോഗ്രാം കാണാൻ പോകുന്നുണ്ട്. പ്രോഗ്രാം സ്ഥലത്തേക്ക് നടക്കുമ്പോഴാണ് അവൻ എപ്പോഴാണ് ആ ഫാക്ടറി ഉടമയെ കോണ്ടാക്ട് ചെയ്തത് എന്നൊക്കെ ഹൂഷുവാൻ അന്വേഷിക്കുന്നത്. അവൾ ആദ്യം അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തിയ സമയത്ത് തന്നെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ സൂലിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് ഹൂഷു ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും ഉള്ളത് നല്ലതല്ലേ, അതിപ്പോൾ നന്നായില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ വിഷയം അവസാനിപ്പിക്കുന്നു. രണ്ടുപേരും കൂടി ഈ പ്രോഗ്രാം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഹൂഷുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. അവൾ അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് ഹൂഷു തന്നോട് കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ, അവളോട് തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ സമയമായല്ലോ എന്നൊക്കെ ഷിയുവിന് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് തിരികെ പോയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ ഉണ്ട് എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ബഹളം കാരണം ഹൂഷു അത് കേൾക്കുന്നില്ല. എന്താണോ അവൻ പറഞ്ഞതെന്ന് അവൾ വീണ്ടും ചോദിച്ചപ്പോൾ അവൻ മറുപടി ഒന്നും നൽകാതെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇവരുടെ റൊമാൻസും എൻജോയ്മെൻറ്റും ഒക്കെ നന്നായി നടക്കുന്ന സമയത്ത് ഹൂഷുവിൻ്റെ വീട്ടിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അവരുടെ ഡോറിനടുത്ത് ആരോ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോകുന്നു. ഹൂഷുവിൻ്റെ അമ്മ വാതിൽ തുറന്നപ്പോൾ ഈ പേപ്പേഴ്സ് കാണുന്നുണ്ട്. അങ്ങനെ അതെടുത്തുകൊണ്ട് പോയി അച്ഛന് നൽകുന്നു. തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഷിയുവിൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു. അത് കണ്ട് രണ്ടുപേരും ശരിക്കും ഷോക്കാവുന്നു. ഹൂഷു ഇതൊന്നും അറിയാതെ ഷിയുവിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. ഈ സമയത്ത് അവൾക്ക് അച്ഛൻ്റെ കോൾ വരുന്നു. അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ അവനോട് പറഞ്ഞിട്ട് കുറച്ച് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ ആകെ തകർന്നു പോകുന്നു. അവളുടെ മുഖത്തെ ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഷിയുവിനും എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുന്നു. പക്ഷേ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഫോണിൽ ചില മെസ്സേജുകൾ വരുന്നുണ്ട്. അങ്ങനെ അതെടുത്ത് നോക്കിയപ്പോഴാണ് അവൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി ആരോ ഓൺലൈനിൽ റിവീൽ ആക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ അച്ഛനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നുവെന്നൊക്കെ അവൻ അറിയുന്നത്. അതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും ഹൂഷുവും അറിഞ്ഞത് എന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷേ എന്തെങ്കിലും അവളോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഷിയുവും പിന്നാലെ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട്
എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൂഷു അതൊന്നും കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല. ഓൺലൈനിൽ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ സത്യം തന്നെയാണ്, ഞാനിതൊക്കെ മനസ്സോടെ പറയാൻ തയ്യാറാവുമ്പോൾ കേൾക്കാൻ നീ അടുത്തുണ്ടാവുമെന്ന് നീ എനിക്ക് മുമ്പ് വാക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കേൾക്കാൻ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഹൂഷു അവനെ തട്ടി മാറ്റിയിട്ട് നിന്ന് കരയുകയാണ്. അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ അവളെ സംബന്ധിച്ചത്. അവൻ ഓരോന്ന് പറഞ്ഞ് അവളെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് അവൾക്ക് അമ്മയുടെ കോൾ വരുന്നു. അച്ഛന് ആക്സിഡൻ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കോൾ വന്നത്. അങ്ങനെ അവൾ വേഗം വെപ്രാളത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ടാക്സി പിടിക്കാനായി നോക്കുന്നു. ഷിയു ഓടിച്ചെന്ന് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നുണ്ട്. വിവരം അറിഞ്ഞപ്പോൾ ടാക്സി അന്വേഷിച്ചു നിന്നാൽ ലേറ്റ് ആവും, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൻ തന്നെ അവൻ്റെ വണ്ടിയിൽ അവളെ ആ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ ചെല്ലുമ്പോൾ അമ്മ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അച്ഛനെ അകത്ത് ചെക്കപ്പിനായി കൊണ്ടുപോയിരിക്കുകയാണ്. നേരത്തെ ആ വീട്ടിലേക്ക് വന്ന ഡോക്യുമെന്റ്സ് കണ്ട് ടെൻഷൻ അടിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോയതായിരുന്നു. വഴിയിൽ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. വണ്ടി ഇടിച്ച ആൾ തന്നെയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും. അമ്മ വിവരം അറിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് എത്തിയതാണ്. അപ്പോഴേക്കും ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിന് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്, സർജറി വേണം, ഇപ്പോൾ തന്നെ സർജറി ചെയ്യാൻ പറ്റും, ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാൻ അവരോട് പറയുന്നത്. കാലിന് തന്നെ വീണ്ടും പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയും അവളും ഒന്നുകൂടി വിഷമിക്കുന്നു. ഷിയു ഇവരുടെ അടുത്തേക്ക് പോകാൻ പറ്റാതെ കുറച്ച് ദൂരെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് ഹൂഷു പോയി അച്ഛൻ്റെ രജിസ്ട്രേഷൻ നടത്താനൊക്കെ ആയിട്ട് ഹൂഷു പോയി ബാക്കി പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഷിയു അവളുടെ അടുത്തേക്ക് എന്നിട്ട് അവൻ അതെല്ലാം ഹാൻഡിൽ ചെയ്തോളാം, അവൾ അമ്മയുടെ അടുത്ത് പോയിരുന്നോളൂ എന്ന് പറഞ്ഞ് അവളെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. സർജറി കഴിയുന്നത് വരെ അവനും അവിടെ കൂട്ടിരിക്കുന്നുണ്ട്. ഹൂഷു അവളുടെ അമ്മയുടെ അടുത്താണ്, അതുകൊണ്ട് ഈ സമയത്തൊന്നും അവൻ അവളോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് അച്ഛനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. സർജറി സക്സസ് ആയിരുന്നു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഡോക്ടർ അവരെ അറിയിക്കുന്നുണ്ട്. മുമ്പ് പരിക്ക് പറ്റിയ അതേ കാലിന് തന്നെയാണല്ലോ ഇപ്പോഴും പരിക്ക് പറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് അച്ഛന് ഭാവിയിൽ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ഹൂഷു ഡോക്ടറോട് അന്വേഷിക്കുന്നു. ശരിയായി റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് നടന്നു തുടങ്ങാമെന്ന് ഡോക്ടർ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവളും പിന്നാലെ പോകുന്നുണ്ട്. ഷിയു ഈ സമയമെല്ലാം ദൂരെ നിന്ന് ഇതൊക്കെ കണ്ടും കേട്ട് നിൽക്കുകയാണ്. ഓൺലൈനിൽ അവൻ്റെ ഐഡന്റിറ്റി ഇങ്ങനെ എക്സ്പോസ് ആയതിനെ പറ്റിയൊക്കെ ഷിന്നും ഫോണിലൂടെ അറിയുന്നുണ്ട്. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു മുറിയിൽ കയറി അടച്ചിരിപ്പാണ്. ആരായിരിക്കും ഇത് ലീക്ക് ചെയ്തതെന്ന് അവന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ സപ്ലൈസിൻ്റെ കൂട്ടത്തിൽ ആരോ ആണ് ഇത് ചെയ്തതെന്ന് ഷിന്നിന് മുമ്പ് തന്നെ വിവരം കിട്ടിയിരുന്നു. അക്കാര്യം അവൻ അച്ഛനോട് പറയുന്നുണ്ട്. ശരിക്കും ഹ്വാങ് ആയിരിക്കും ഇത് ചെയ്തതെന്ന് അച്ഛൻ മനസ്സിലാവുന്നുണ്ടെങ്കിലും അദ്ദേഹം അവനോട് അതിനെപ്പറ്റി പറയുന്നില്ല. കാരണം അവർ തമ്മിൽ എന്തൊക്കെയോ രഹസ്യ ഡീലുകളുണ്ടല്ലോ. അക്കാര്യം ഷിന്നിനും ഇനി മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ നേരിട്ട് അങ്ങോട്ട് ചോദിക്കുന്നില്ല. പക്ഷേ അച്ഛൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൻ അർത്ഥം വെച്ച് സംസാരിക്കുന്നു. അവനോട് നിന്ന് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവനാണോ ഷിയുവിൻ്റെ ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അവനതിന് മറുപടി പറയുന്നില്ല. അതിൽ നിന്ന് തന്നെ അവനാണോ അത് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇത്രയും കാലം നീ ഈ രഹസ്യം സൂക്ഷിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായക സാഹചര്യത്തിൽ ഇതെന്തിനാണ് എക്സ്പോസ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റണ്ടേ എന്നാണ് അവനതിന് മറുപടി നൽകിയത്. അവൻ ഹൂഷുവിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഹൂഷുവിൻ്റെ അമ്മ അവളെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. അമ്മ അവളോട് നല്ല ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ഷിയു എവിടെയെന്ന് ആദ്യം തന്നെ അന്വേഷിക്കുന്നു. അവൻ പോയി കാണുമെന്ന് ഹൂഷു പറയുന്നുണ്ടെങ്കിലും അവരത് വിശ്വസിക്കുന്നില്ല. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായ കാര്യം അമ്മ ഇതുവരെ അറിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്നാണ് നിങ്ങൾ ഒരുമിച്ചായത്? അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ ശേഷമാണ് അച്ഛൻ ആകെ ടെൻഷനായി നിന്നെ കാണാനായി പുറപ്പെട്ടത്. വരുന്ന വഴിക്കാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അപകടമൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ ശരിക്കും കുറ്റപ്പെടുത്തുന്നു. ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന ആ റൂം കുറച്ച് പ്രീമിയം റൂമാണ്, അത് അറേഞ്ച് ചെയ്തത് ഷിയു അല്ലേ എന്നും അമ്മ ചോദിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നതിന് കുറച്ചപ്പുറത്തുള്ള ഡോർ കുറച്ച് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഷിയു അവിടെ വന്നു നിന്ന് ഇവർ തമ്മിലുള്ള ഈ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഹൂഷു അവനെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അവനോട് സംസാരിക്കാതെ അവൾ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ചെല്ലുന്നു. അവനും പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൾ അവനോടൊന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്ത് ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് അവളുടെ അമ്മ സംസാരിച്ചത് എന്നൊക്കെ അവൻ ചോദിച്ചപ്പോഴാണ് അവൻ്റെ അച്ഛൻ കാരണം അന്ന് തകർന്നു വീണ ആ കെട്ടിടത്തിൻ്റെ ലൈറ്റിംഗ് എഞ്ചിനീയർ അവളുടെ അച്ഛനായിരുന്നു. അവളുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളും കൂടി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ ബിൽഡിംഗ് തകർന്നു വീണത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്ക് മുഴുവനും പരിക്കേറ്റു. ആ അപകടത്തിൽ തന്നെയാണ് അച്ഛനും പരിക്കേറ്റത് എന്നൊക്കെ ഹൂഷുക്കാരനോട് അവനോട് പറയുന്നത്. അവനുമായി പ്രണയത്തിലായി പോയതിന് അവൾ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. സത്യം അറിഞ്ഞതോടെ ഷിയു ആകെ തകർന്ന് അവിടെ നിന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹൂഷു തിരികെ റൂമിന് പുറത്ത് പോയിരുന്ന് ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് എന്താണ് അതിലുണ്ടായിരുന്നത് എന്നൊക്കെ എടുത്ത് നോക്കുന്നു. അവൻ്റെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന കുറച്ച് രേഖകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതേപോലെ അന്നത്തെ അപകടത്തിൻ്റെ ന്യൂസ് കട്ടിങ്സും മറ്റുമായിരുന്നു. അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. ഷിനിൻ്റെ അച്ഛൻ അടുത്ത ദിവസം രാവിലെ മുതൽ ഹോങ്ങിനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ഫോണിലൊന്നും കണക്റ്റ് ആവുന്നില്ല. ഒരു വിധത്തിലും അയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അയാളെ കണ്ടെത്താൻ അയാൾ ആരെയോ വിളിച്ച് ഓർഡർ നൽകുന്നുണ്ട്.
ഹ്വാങ് ആയിരുന്നു ശരിക്കും അയാളുടെ കമ്പനിയെ പറ്റി ഒറ്റ കൊടുത്തത്. അതിനുശേഷം അയാൾ നേരത്തെ ഉണ്ടായിരുന്ന സിമ്മൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലമായി കിട്ടുന്ന സിമ്മൊക്കെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും സിം വാങ്ങിക്കാനായി ഒരു ഷോപ്പിനടുത്ത് എത്തിയപ്പോഴാണ് ഷിന്നിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ തന്നെ അന്വേഷിച്ച് വരുന്ന അയാൾ കണ്ടത്. അങ്ങനെ അയാൾ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് ആരോ അയാളെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഷിയുവിൻ്റെ അമ്മ അന്ന് രാവിലെ ഉണർന്നപ്പോഴാണ് അവൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെ എക്സ്പോസ് ആയി എന്നുള്ള ന്യൂസൊക്കെ കാണുന്നത്. അവർ വേഗം അപ്രാളപ്പെട്ട് ഷിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല, ആ ന്യൂസ് അധികം സ്പ്രെഡ് ആവാതെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടതൊക്കെ ചെയ്യാൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ മുമ്പത്തേലും സ്പീഡിൽ സ്പ്രെഡാവും. എന്തായാലും എന്നെങ്കിലും ഒരിക്കൽ ഇത് പുറത്താവേണ്ടതല്ലേ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അയാൾ അവരെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് ഷിൻ ഓഫീസിൽ പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഷിയു രാത്രി മുഴുവൻ ഉറങ്ങാതെ ആ വണ്ടിയിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ അവൻ എവിടെയാണ്, അവൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് പലരും അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജുകളുടെ ശബ്ദം കേട്ടാണ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവൻ പരിസരബോധം ഉണ്ടാവുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ റിപ്ലൈ നൽകുന്നു. ഹുഷുവിൻ്റെ അച്ഛനെ രാവിലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഉണർന്നോളും, പിന്നെ 2-3 ദിവസത്തേക്ക് നല്ല വേദന കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമ്മയും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഹുഷു വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനായി പുറത്തേക്ക് പോകുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സാവു ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാവു വന്നത്. അതുകൊണ്ട് ഹുഷുവിനെ കെട്ടിപ്പിടിച്ച് അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. താൻ പോയിട്ട് വരുന്നത് വരെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഒന്ന് നോക്കിക്കോണേ എന്ന് സാവു ഏൽപ്പിച്ചിട്ടാണ് ഹുഷു പുറത്തേക്ക് പോയത്. അവൾ പുറത്തേക്ക് നടക്കുമ്പോൾ സുൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഷീവിൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെ എക്സ്പോസ് ആയത് കാരണം ഓഫീസിലും ആകെ പ്രശ്നമാണ്. അവരുമായി ടൈപ്പ് ഉണ്ടായിരുന്ന പല കമ്പനികളിൽ നിന്നും രാവിലെ മുതൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ പ്രശ്നങ്ങളാണ്, എല്ലാം തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ സുൻ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തേക്ക് തനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അച്ഛനിങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് ഹുഷു ഫോൺ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവളെ കണ്ടുകൊണ്ട് ഷിയു വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അവനെ കണ്ടപ്പോൾ അവൾ ആകെ വിഷമത്തിലാവുന്നുണ്ട്. അവൻ അപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുകയായിരിക്കും എന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവനെ കാണാത്ത രീതിയിൽ അവൾ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, താൻ കൊണ്ടുവിടാം എന്നൊക്കെ ഷിയു പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിലും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു, അതൊന്നും സോൾവ് ചെയ്യാതെ നീ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അതൊന്നും പ്രധാനമല്ല, നീയാണിപ്പോൾ ഏറ്റവും പ്രധാനം, അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറ, ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് അവൻ വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് ഹുഷു വീണ്ടും മുന്നോട്ട് നടക്കുന്നു. അവനും പിന്നാലെ ചെല്ലാൻ തുടങ്ങുന്നുണ്ട്. ഹുഷു അത് അറിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവൾ തിരിഞ്ഞ് എനിക്ക് എൻ്റെ പേരൻസിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്, എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ അവനോട് പറയുന്നുണ്ട്. തലേ ദിവസം രാത്രി ഒട്ടും ഉറങ്ങാതിരുന്നുകൊണ്ടാവണം ഹുഷു വീടിനടുത്ത് എത്തിയപ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു. ഷിയ അവളെ ഉണർത്തുന്നില്ല. അവൾക്ക് നന്നായി കാറ്റ് കിട്ടുന്ന രീതിയിൽ ഫാനൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തനിയെ ഉണരുന്നു. അവനോട് കൂടി തന്നോടൊപ്പം വരാൻ പറഞ്ഞിട്ടാണ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ അവനും അവൾക്ക് പിന്നാലെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൾ സാധനങ്ങളൊക്കെ എടുക്കാനായി അകത്തേക്ക് പോയ സമയത്ത് അവൻ അവിടെ ഒക്കെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവിടെ ഇരിപ്പുണ്ടായിരുന്ന അവളുടെ അച്ഛൻ്റെയും മറ്റേ അങ്കിളിൻ്റെയും കൂടിയുള്ള ഫോട്ടോ അവൻ കാണുന്നു. ആ സമയത്താണ് ഹുഷു തിരികെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ ഫോട്ടോയിൽ കാണുന്നത് അച്ഛൻ്റെ ജൂനിയറായി വർക്ക് ചെയ്തിരുന്ന ആളാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം മിക്കവാറും ഇവിടെ വരുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച്, ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അച്ഛൻ ആ സ്റ്റേഡിയത്തിൻ്റെ പ്രോജക്റ്റ് ഏറ്റെടുത്ത സമയത്ത് അങ്കിളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വർക്കിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ നിർബന്ധം കാരണം അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി അവസാനം ജോയിൻ ചെയ്യുകയായിരുന്നു. അന്നത്തെ ആ അപകടം നടന്നപ്പോൾ ആ അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ആ ദിവസത്തോടെ ഞങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ കുറ്റബോധമില്ലാത്ത ഒരു ദിവസം പോലും അച്ഛൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് 4-5 വയസ്സ് മാത്രമാണ് പ്രായം. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇത്ര വ്യക്തമായി എനിക്കറിയാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അച്ഛൻ ഇതിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് പോവാറുണ്ട്. ഇന്നുവരെ അതിനൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമാണ് അദ്ദേഹം എന്നൊക്കെ ഹുഷു വിഷമത്തോടെ അവനോട് പറയുന്നു. അതിനുശേഷമാണ് അവൾ അവരുടെ റിലേഷനെ പറ്റി സംസാരിച്ചത്. അവനുമായി റിലേഷനിലായതിനു ശേഷം ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത അത്ര സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇനി ഒരിക്കലും എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഇനി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ബ്രേക്കപ്പ് ആകാമെന്ന് അവൾ അവനോട് പറയുന്നു. ഷീവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ആ സമയത്ത് അവനൊന്നും പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ഹുഷു തിരികെ അവൻ്റെ ഒപ്പമല്ല പോയത്. സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവൾ നടന്നാണ് അവിടെ നിന്ന് പോയത്. ഷിയു അവൾക്ക് പിന്നാലെ കുറച്ച് ദൂരം ചെല്ലുന്നുണ്ട്. ഹുഷു കുറേ ദൂരം മുന്നോട്ട് പോയ ശേഷം പിന്നെ നടക്കാൻ ശേഷിയില്ലാതെ വഴിയിൽ ഒരിടത്തിരുന്ന് കരയുന്നത് പിന്നാലെ വന്ന് അവൻ കാണുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിന്നെ അവളെ കൂടുതൽ വിഷമിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് പോവാതെ അവൾ നിന്ന് തിരികെ പോകുന്നുണ്ട്.